നോക്ക് 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 നോക്ക്. ഹായ് അമീഗോസ്, തിരുവോണത്തിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോയാണ്. പക്ഷെ ഒന്നും നടന്നില്ല. തിരുവോണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്കിത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും പറ്റുന്നത്. ഇതാണ് വീട്ടിൽ അന്ന് തിരുവോണത്തിൻ്റെ അന്നിട്ടായി വലിയ പൂക്കളം. എനിക്കിത് വിട്ട് കളയാനായിട്ട് തോന്നുന്നില്ല, മിസ് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ആഗ്രഹത്തോടു കൂടെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമുള്ള ഒരു ഓണമാണ് ഞങ്ങളുടെ 4 പേരുടേതും. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത്. അമ്മ ഉണ്ടാക്കിയ സദ്യയും പായസവും ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ വർഷത്തെയും പോലെ ഞങ്ങൾ അമ്മ തറവാട്ടിലോട്ടാണ് പോയത്. എൻ്റെ അമ്മ വീട്ടിൽ അവിടെ അച്ചാച്ചൻ അമ്മമ്മയ്ക്ക് 6 മക്കളാണ്. 3 പെൺകുട്ടികളും 3 ആൺപിള്ളേരും. അതിലൊരു മാമൻ മാത്രം പുറത്താണ്, ബാക്കി എല്ലാവരും നാട്ടിൽ തന്നെ ഉണ്ട്. അത് കാരണം വിഷു ആയാലും ഓണായാലും എല്ലാവരും കൂടെ കൂട്ടുന്നത് ഒരു പതിവാണ്. 6 പേരുള്ളതുകൊണ്ട് തന്നെ അച്ചാച്ചനും അമ്മമ്മയ്ക്കും കുറേ പേരക്കുട്ടികളുണ്ട്. പേരക്കുട്ടികളിൽ കൂടുതൽ പെൺപിള്ളേരാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെൺപിള്ളേർ കൂടിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. ഫുൾ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ തന്നെയാണ് പരിപാടി. ഈ പേരക്കുട്ടികളിലെ ഏറ്റവും ആദ്യം തുടക്കം കുറിച്ച കല്യാണം എൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിള്ളേരുടെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ബട്ട് അത് പോയി ഒരു റീലെടുക്കലായിരുന്നു. എന്നത്തെയും പോലെ അതും ഫ്ലോപ്പായി. ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ താഴെയുള്ള മാമൻ മിസ്സിങ് ആണ്. കാര്യം മാമൻ പുറത്താണ്, മാമൻ മാരീഡും അല്ല. ബാക്കി ഒരുവിധം എല്ലാവരും ഇതിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വല്യമാമൻ്റെ, അതായത് മൂത്ത മാമൻ്റെ പിള്ളേർ വന്നിട്ടുണ്ടായില്ല. അവന്മാരെത്താൻ കുറച്ച് ലേറ്റായി. ബാക്കി ഒരുവിധം എല്ലാവരും ഇതിലുണ്ട്. എൻ്റെ താഴെയുള്ള മേമ, പാപ്പൻ, പിള്ളേർ, വല്യമേമ, പാപ്പൻ, പിള്ളേർ, മാമൻ, രണ്ടാമത്തെ മാമൻ, അമ്മായിമാർ, പിള്ളേർ ഇല്ല. രണ്ടാമത്തെ മാമൻ്റെ അമ്മായും പിള്ളേരും മിസ്സിങ് ആണ്. കാര്യം അവർ അമ്മായിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാൻ നേരമായി. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരും പോവുകയാണ് എല്ലാവരുടെയും വീട്ടിലോട്ട്. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ അടിപൊളിയായിരുന്നു. കുറേ നാൾക്ക് ശേഷം കിട്ടിയ കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ അല്ല, തിരുവോണത്തിൻ്റെ അന്നത്തെ വീഡിയോയാണിത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാൻ. ടാറ്റ.